ആ കണ്ണീരുണ്ടല്ലോ അതൊരു ഫൈറ്ററിൻ്റെതാണ് കേട്ടോ. ഇത് സൂര്യ കളരിക്കൽ. അധികം ആരും അറിയാത്ത കുറച്ച് മഞ്ജു വാര്യർമാർ നമുക്കിടയിലുമുണ്ട്. അങ്ങനെ ഒരാളാണ് സൂര്യ. ഞാനിപ്പോൾ പോകുന്നത് ബ്രേക്ക് ഫ്രീ സ്റ്റോറീസിൻ്റെ ദുബായിലെ ക്യാമ്പിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള സൂര്യനെ കാണാനായിട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറൊക്കെ ബൈക്കിൽ പോകാനായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഐ റിയലി വാണ്ടഡ് ടു ഗോ. ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ 2 മക്കളുമായി ഡിവോഴ്സായി വരുന്ന ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്നത് എന്തൊക്കെ ആയിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതും ഒരുപാട് സ്വപ്നത്തോടെ വീട്ടുകാർ കണ്ടുപിടിച്ച് നടത്തിയ വിവാഹം. എല്ലാവർക്കും കുടുംബജീവിതത്തിൽ നല്ല പങ്കാളിയെ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ സഹിച്ച് അന്ന് അവൾ തൻ്റെ ഇടത്തോടെ എടുത്ത തീരുമാനത്തിന് എതിർത്തും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ദുബായിലെ ബ്രേക്ക് ഫ്രീ സ്റ്റോറീസിൻ്റെ ക്യാമ്പിലാണ് ഞാൻ സൂര്യയെ പരിചയപ്പെടുന്നത്. അന്ന് വന്ന ഓരോ ലേഡീസും എന്നെ അത്ഭുതപ്പെടുത്തിയ കൂട്ടത്തിൽ സൂര്യ ഉണ്ടായിന്. നാട്ടിൽ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഓണത്തിന് വന്ന ഹൗസ് വാമിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ അന്ന് സൂര്യ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ വരും എന്നുള്ളത്. അങ്ങനെ 2 മാസം കഴിഞ്ഞ് അവിടുന്ന് ഹൗസ് വാമിങ്ങിന് നാട്ടിലെത്തിയ സൂര്യനെ കാണാനായിട്ട്, അവളെ സ്വപ്നക്കൂട് കാണാനായിട്ട് ഞാനും പോയി. അവളെ കൊണ്ട് സാധിക്കില്ലെന്ന് കരുതിയവരുടെ മുന്നിൽ ഡിവോഴ്സിന് ശേഷം പഠിച്ച് ദുബായിൽ നല്ല ജോലി വാങ്ങി 2 മക്കളെ നല്ലപോലെ പഠിപ്പിച്ച് സ്വന്തമായി ഒരു വീടും വെച്ചിരിക്കുകയാണ് സൂര്യ കളരിക്കലിപ്പോൾ. ഏറെ സ്വപ്നത്തോടെ സൂര്യ പടുത്തിയിറക്കിയ ഓളുടെ വീട്, ആ വീട്ടിൽ പോയി കണ്ടപ്പോഴും ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഇമോഷണൽ മൊമെൻ്റാണ് കേട്ടോ ഇത്. വിവാഹമോചനം കഴിഞ്ഞ് ഓരോരുത്തരും സ്വയം കണ്ടെത്തുന്നൊരു ഫേസ് ഉണ്ട്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരുപാട് മഞ്ജു വാര്യർമാരെ നേരിട്ട് അറിയാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ. നിങ്ങളുടെ കൂടെയുള്ള പങ്കാളി, അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അവരെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന് സ്നേഹത്തോടെ മാത്രമുള്ള വിട്ടുവീഴ്ചകൾ ചെയ്ത്, അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും മാരേജിൽ നിന്നുകൊണ്ട് തന്നെ 2 പേരുടെയും വളർച്ചയ്ക്ക് അത് കാരണമാവുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും. പക്ഷെ സെൽഫ് റെസ്പെക്റ്റും കളഞ്ഞുകൊണ്ട് ഇതില്ലെങ്കിൽ ഇനി ഞാൻ നാട്ടുകാരോട് എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് സഹിച്ചു നിൽക്കുന്ന മാരേജുകൾ ഇവിടെ ഇല്ലാതിരിക്കട്ടെ.